മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഒഡീഷ, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിൽ കനത്ത മഴയാണ്. മഹാരാഷ്ട്ര തീരപ്രദേശത്ത് വൻ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മുംബൈ മൻഗുർദ് പ്രദേശത്ത് 4 നില കെട്ടിടം തകർന്നു വീണ് 6 പേർ മരിച്ചിരുന്നു. മുംബൈ, താനെ, രത്നഗിരി, റായ്ഗഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ഒഡീഷയിലും ഒക്കെ കനത്ത മഴ തുടരുകയാണോ ഇപ്പോഴും? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പൂർണ്ണമായും ഉള്ളൊരു പരക്കെയുള്ള മഴയ്ക്ക് ശമനമുണ്ട്. ഡൽഹി, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ജമ്മു കാശ്മീർ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ മഴ ശമിച്ചുവെങ്കിൽ പോലും മഹാരാഷ്ട്ര, ഗുജറാത്ത് തീരപ്രദേശം, ഒപ്പം ഒഡീഷ, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത് അടുത്ത 24 മണിക്കൂർ കൂടി ഈ മേഖലകളിൽ ഇടവിട്ട അതിതീവ്ര മഴ ലഭിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ വൻ നാശനഷ്ടമാണ് മഴയും വെള്ളപ്പൊക്കവും ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് മുംബൈ, താനെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിലായി. മുംബൈയിൽ ഇന്നലെ രാത്രി 4 നില കെട്ടിടം തകർന്നു വീണ് 6 പേർ മരിച്ചിട്ടുണ്ട്. കുട്ടികൾ ഉൾപ്പെടെയാണ് ആ മരണം സംഭവിച്ചത്. 2 പേർക്ക് പരിക്കേറ്റു. ഇതോടെ മഹാരാഷ്ട്രയിൽ ഈ ഒരു സമയത്ത് മഴക്കെടുതിയിൽ ഇതുവരെ 12 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നാശനഷ്ടത്തിന്റെ കണക്കുകൾ എടുത്തുവരികയാണ്. ഗുജറാത്ത് തീരത്തും മഴ ശക്തമാണ്. ഹിമാചൽ പ്രദേശിൽ കനത്ത നാശനഷ്ടമാണ് മഴ ഉണ്ടാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ട് വരെയുള്ള കണക്കുകൾ പ്രകാരം 6-ലധികം മരണമാണ് ഹിമാചൽ പ്രദേശിൽ സംഭവിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം 49 റോഡുകൾ ഹിമാചൽ പ്രദേശിൽ അടച്ചിരുന്നു. അതിൽ പ്രധാന പാതകൾ കുളു, ചമ്പ ഉൾപ്പെടെയുള്ള മേഖലകളിലെ പ്രധാന പാതകൾ ഉൾപ്പെടെ ഈ മണ്ണിടിച്ചിൽ കാരണം പൂർണ്ണമായും ഗതാഗതം നിർത്തിവെക്കേണ്ട സാഹചര്യമാണുള്ളത്. വിനോദസഞ്ചാരികൾ, തീർത്ഥാടകർ എന്നിവരോട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പരിശോധിച്ച് മാത്രം യാത്ര ക്രമീകരിക്കണമെന്നും ഉയർന്ന മേഖലകളിലേക്ക്, അതായത് ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ തുടങ്ങിയിട്ടുള്ള മേഖലകളിലേക്കുള്ള രാത്രി യാത്ര പരമാവധി ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഈ സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തിയൊപ്പം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ശക്തമായിരുന്നു. അസം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ബ്രഹ്മപുത്ര നദി കരകവിഞ്ഞ് ഒഴുകി ഏകദേശം 60-ലധികം ഗ്രാമങ്ങളിലാണ് വെള്ളത്തിനടിയിലായത്. അവിടെ ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട്. കേന്ദ്ര സർക്കാർ ഓരോ സംസ്ഥാനങ്ങളിലെയും സ്ഥിതിഗതികൾ പ്രത്യേകം വിലയിരുത്തുന്നുണ്ട്. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്.